ഹൈന്ദവ ആചാരങ്ങൾക്ക് CPM സമ്മേളന വേദിയിൽ അവഹേളനം. ഹൈന്ദവ സമൂഹം വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്ന നന്ദികേശ്വര രൂപം പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ച മൂർത്തിയാണ് നന്ദികേശ്വരൻ. വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ്വര ശില്പമാണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ച് CPM ഭക്തജന വികാരം വ്രണപ്പെടുത്തിയത്. നേരത്തെ MV ഗോവിന്ദൻ്റെ ജനകീയ പ്രതിരോധ യാത്രയ്ക്കിടെ ഓണാട്ടുകരയിലെ ജീവത എഴുന്നള്ളത്തിനെയും CPM സമാനമായ രീതിയിൽ അവഹേളിച്ചിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളുടെ മേലുള്ള കടന്ന് കയറ്റം ഇത് ആദ്യമായി എല്ലാ CPM നിരന്തരം അനുവർത്തിച്ച് പോരുകയാണ്. നന്ദികേശ നിന്ദ കാണിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അരുൺ നമ്പ്യാർ, മധ്യ തിരുവിതാംകൂറിലെ അതായത് പ്രധാനമായും ഓണാട്ടുകര ഭാഗത്ത് ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അതീവ പ്രാധാന്യത്തോടെ അതോടൊപ്പം തന്നെ വലിയ പുണ്യമായി കരുതുന്ന ഒന്നാണ് ഈ നന്ദികേശ്വര മൂർത്തികൾ. ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കും ഒട്ടുമിക്ക കെട്ടുകാഴ്ചകളിലും ഈ നന്ദികേശ്വരനെ ഒരു വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ആ നന്ദികേശ്വരനെയാണ് CPMന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ അവിടെ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയും റോഡ് സൈഡിലേക്ക് അത് സ്ഥാപിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ഇത് ആണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഈ തിരുവിതാംകൂറിലേക്ക് വരുവാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗത്ത് വലിയ പവിത്രമായിട്ടാണ് ഈ കെട്ടുകാഴ്ചയെ കാണുന്നത് തന്നെ. അതായത് കെട്ടുത്സവം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പ്രാഥമിക ഘട്ട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെല്ലാം വളരെ പരിപാവനമായി കാണുകയും അവിടെ വ്രതനിഷ്ഠയോട് കൂടി തന്നെയാണ് ഇതിന്റെ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം, അതായത് നന്ദികേശ്വരന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ഇത് ഉത്സവം കഴിഞ്ഞാൽ പോലും ഇതിന്റെ ശിരസ് ഒരു പ്രത്യേകം സജ്ജീകരിച്ച സ്ഥാനത്ത് വിളക്ക് കത്തിച്ച് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യവും ഒരു ആചാരവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഈ നന്ദികേശ്വര രൂപമാണ് ഇപ്പോൾ ഇവിടെ ഈ CPMന്റെ സംസ്ഥാന സമ്മേളന വേദിയുടെ പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇടയാകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും സമാനമായ സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഹൈന്ദവാചാര അനുഷ്ഠാനങ്ങളെ അതിനെ നിന്ദിക്കുന്ന ഒരു സമീപനം CPM സ്വീകരിച്ചിരുന്നു. നേരത്തെ MV ഗോവിന്ദന്റെ യാത്രയിലടക്കം, അതും ആലപ്പുഴ എത്തിയപ്പോൾ സമാനമായ രീതിയിൽ ഈ ജീവിത എഴുന്നള്ളുന്ന ആ ജീവിതയെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി തീർക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു സാഹചര്യം സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും അവിടെയും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. CI2ന്റെ ഒരു പോഷക സംഘടനയുടെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ഒരു വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. എന്തായാലും മുൻകാലങ്ങളിലുള്ള ചരിത്രം നമുക്കറിയാം. വിശദീകരണം എന്താണ് പ്രശാന്ത്? അല്ലംബിയർ, ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിക്കരുതെന്നുള്ള നേരത്തെ തന്നെ ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളടക്കം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചതിന് സമാനമായിട്ട് തന്നെയാണ് ഇവിടെ ഈ നന്ദികേശ്വര ശില്പവും സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൊരു വിശദീകരണം നൽകുവാനോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങളും ഈ സംഘടനകളുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല. ഏതായാലും വലിയ രീതിയിലൊരു പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഭക്തരുടെ അടക്കം ഒരു പ്രതിഷേധവും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പ്രധാനമായും ഈ ഭാഗം എന്ന് പറയുന്നത് ഓണാട്ടുകര ഭാഗം തന്നെയാണ്. കൊല്ലം ജില്ലയുടെയും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെയും ഈ ബോർഡർ മേഖലകളിലാണ്, അതായത് ഈ ഭാഗങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും ആഘോഷം നടക്കുന്നതും കെട്ടുകാഴ്ച ഉത്സവങ്ങളടക്കം ഈ കെട്ടുകാളയെ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ സ്ഥലത്താണ് ഇതിനെ വളരെ പുണ്യമായി കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഇത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ നന്ദികേശ്വര ശില്പങ്ങളടക്കം ഉപയോഗിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്ഥാപിക്കുന്നതിനടക്കം ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ സമ്മേളന വേദിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. അനന്തമ്പ്യാർ. ഹൈന്ദവ ആചാരങ്ങൾക്ക് CPM സമ്മേളന വേദിയിൽ അവഹേളനം. ഹൈന്ദവ സമൂഹം വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്ന നന്ദികേശ രൂപം പ്രചരണത്തിന് ഉപയോഗിച്ചു. ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ച മൂർത്തിയാണ് നന്ദികേശ്വരൻ. വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ്വര ശില്പമാണ് രാഷ്ട്രീയ പ്രചരണത്തിന് CPM ഉപയോഗിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.